ഹലോ എവരിവൺ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റേഷനറി കൊണ്ടിട്ട് നമുക്ക് എങ്ങനെയൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീനും മുട്ടയും ക്യാബേജും ക്യാരറ്റും അങ്ങനെ കുറച്ച് സാധനം ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു ഫ്രൈഡ് റൈസാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ തലേ ദിവസം വേവിച്ചിട്ട് ചെമ്മീനാണ് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ വേവിച്ച് വെച്ചതായത് കൊണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടൊന്നും ചട്ടി ചൂടായ ശേഷം ഈ ചെമ്മീനിട്ട് അത്യാവശ്യം വെള്ളം വലിഞ്ഞിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തന്നെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, മുട്ട, സവാള. നമ്മൾ ഓൾറെഡി ചെമ്മീൻ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ റേഷനറിയാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്ത് കറക്റ്റ് വേവിന് തന്നെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. ചെമ്മീൻ ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ മുട്ട ചിക്കി വറുക്കാം. മുട്ട ഇപ്പം ഒന്ന് ചിക്കിയ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം അധികം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ബ്രൗൺ ഷെയ്ഡാവും. ഇനി നമുക്ക് മെയിൻ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്ന ആ പാൻ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് സവാള വേവിക്കാനായിട്ട് ഇടാം. ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ടിട്ട് വേണം കേട്ടോ സവാള നമുക്ക് ഇളക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വേവ് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം ഇതായി കുക്കായി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ക്യാബേജും ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് ചെമ്മീനും മുട്ട ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ മിസ്സിയായി പോയിട്ടോ. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കുറച്ച് ആ കുരുമുളകിന് അതൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാം. അടുത്തായിട്ട് സോയാ സോസ് 1 സ്പൂണാണ് നമ്മളതിന് ആഡ് ചെയ്യണത്. ഇവിടെ അധികം അങ്ങനെ സോയാ സോസ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് 1 സ്പൂൺ എടുത്തത്. നമുക്ക് ആവശ്യത്തിന് എന്തോരം വേണോ അത് നമുക്കതനുസരിച്ചിട്ട് നമുക്ക് ഒഴിക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണാണ് എടുത്തേക്കുന്നത്. അടുത്തത് ഗ്രീൻ ചില്ലി സോസാണ് എടുത്തേക്കുന്നത്. 1 സ്പൂണാണ് ഇതും എടുത്തേക്കുന്നത് കേട്ടോ. അടുത്തതും ടൊമാറ്റോ സോസ് 1 സ്പൂണാണ് എടുത്തേക്കുന്നത്. നമുക്ക് എന്തോരം ആവശ്യത്തിന് ഉപയോഗിക്കാൻ ടേസ്റ്റ് ഇഷ്ടം നിങ്ങൾക്ക് അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ആർക്കും അങ്ങനെ സോസ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അത്യാവശ്യം നമ്മൾ ഇളക്കി ഒഴിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് ചോറ് നമുക്കെടുത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്?